തൃപ്പൂണിത്തുറ പുതിയകാവിൽ സ്ഫോടനം നടന്ന വിഷയത്തിൽ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ കെ മീര. സ്ഫോടനത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും. ബന്ധപ്പെട്ടവരുടെ മൊഴികളും രേഖകളും പരിശോധിച്ചായിരിക്കും റിപ്പോർട്ട്. അനുമതിയില്ലാതെയാണ് സ്ഫോടക ശേഖരണം നടത്തിയത്. ബലക്ഷയമുള്ള വീടുകൾ പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പൊളിച്ചു നീക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പ്രതികരണം. അതേസമയം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദുരന്തത്തിന് ഇരയായവർ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വിശദാംശങ്ങൾ. രാജു, തൃപ്പൂണിത്തുറ പുതിയകാവിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിശദമായ അന്വേഷണത്തിന് സബ് കളക്ടർ കെ മീരയായിരുന്നു ചുമതലപ്പെടുത്തിയത്. ഈ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സബ് കളക്ടർ മീര ഈ ഒരു പ്രദേശം, സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചത്. സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചതിനൊപ്പം തന്നെ സമീപത്ത് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച വീടുകളിലും സബ് കളക്ടർ എത്തി നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷമാണ് 2 ആഴ്ചക്കകം താൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന കാര്യം മീര അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ബലക്ഷയമുള്ള വലിയ തോതിൽ ബലക്ഷയമുള്ള വീടുകൾ ആവശ്യമെങ്കിൽ പൂർണ്ണമായും പൊളിച്ച് പുതിയത് നിർമ്മിക്കുമെന്ന കാര്യം കൂടി സബ് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. എല്ലാവരുടെയും മൊഴികൾ പരിശോധിക്കും. ഒപ്പം തന്നെ രേഖകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും നടപടി. ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല എന്നും കെ മീര പറയുന്നുണ്ട്. കാരണം ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഭാരവാഹികൾക്കാണ്. ക്ഷേത്രം ഭാരവാഹികൾ അനുമതികൾ നിഷേധിച്ചിട്ടും, ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം അടക്കം അനുമതികൾ നിഷേധിച്ചിട്ടും വെടിക്കെട്ടുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമായത്. പോലീസ് അനുമതി നിഷേധിച്ചിരുന്നു, ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വീഴ്ചയില്ല എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നിലവിൽ തെക്ക് ചേരിവാരത്തിന്റെ ഭാരവാഹികളായിട്ടുള്ള 9 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ 5 പേരാണ് ഭാരവാഹികൾ ആയിട്ടുള്ളത്. ഒപ്പം തന്നെ അവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച മറ്റ് ആളുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. IPC 286-ഉം KP ആക്ടിലെ 118-ഉം സ്ഫോടക വസ്തു നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ ആളുകൾക്ക് എതിരെ മറ്റ് വകുപ്പുകൾ, അതായത് നേരത്തെ തെക്കേ ചേരുവാരം നടത്തിയ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അപകടം നടന്നപ്പോൾ ചുമത്തിയ മറ്റ് വകുപ്പുകൾ കൂടി പൊതുവായിട്ടുള്ള ഭാരവാഹികൾക്കെതിരെ ചുമത്തുമെന്നും പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പമാണ് സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദുരന്തത്തിന് ഇരയായവർ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നത്. ഏതാണ്ട് 50ഓളം വീടുകളാണ് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. 300ഓളം വീടുകൾക്ക് ചെറുതും വലുതുമായ നഷ്ടം, ഗ്ലാസുകൾ തകർന്നടക്കമുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ 50 പേർ പ്രത്യേകമായി തന്നെ ഹൈക്കോടതിയിൽ ഹർജി നൽകി നഷ്ടപരിഹാരത്തിന് ആയി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. രാജു, ജിജീഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.